ഈ കാണുന്നത് തമിഴ്നാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഞ്ചരിക്കുമ്പോൾ TVK-യുടെ പ്രവർത്തകരും അതേപോലെ തന്നെ DMK-യുടെ പ്രവർത്തകരും നന്ദി പറയുന്നതാണ്. കേരളത്തിലിരുന്ന് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവരുണ്ടല്ലോ, കനൽ ഒരു തരി മതി എന്നും പറഞ്ഞു. ശരിയാണ്, സെക്യുലറിസം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കനൽ ഒരു തരി തന്നെ വേണം. കാരണം തമിഴ്നാട്ടില് BJP കുതിരക്കച്ചവടം നടത്തി ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കം വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ സർക്കാരിന് പുറത്തു നിന്നും പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഗവർണറെ കണ്ട് ഞങ്ങൾ TVK-ക്കൊപ്പമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ജനങ്ങൾ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കാണേണ്ടത്. 5 സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് TVK-യോട് മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട, കാരണം ഇടതുപക്ഷം ഇന്നേ വരെ അധികാരത്തിലേറുവാൻ വേണ്ടിയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും സർക്കാർ രൂപീകരിക്കാൻ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പിന്തുണ കൊടുക്കുന്നത്. മതവർഗീയ ശക്തികൾക്ക് അധികാരത്തിലേറുവാൻ യാതൊരു തരത്തിലുള്ള അവസരവും നൽകുവാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിലാണ് TVK-ക്ക് പിന്തുണ അറിയിച്ചത്. ഇടതുപക്ഷത്തെ TVK ആയിക്കോട്ടെ DMK ആയിക്കോട്ടെ അവർ ഇടതുപക്ഷ നേതാക്കളെയും വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് അധികാരം കിട്ടുവാൻ വേണ്ടി ആരുടെ കൂടാരത്തിലും പോയി കയറി മന്ത്രിസ്ഥാനങ്ങൾ ഇരന്നു മേടിക്കുന്ന സ്ഥിതി നമ്മൾ തമിഴ്നാട്ടിലും കണ്ടു. ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസിന്റെ പല മുഖ്യമന്ത്രിമാരും BJP-യിലേക്ക് ചേക്കേറിയതും ഇതേ അധികാര കൊതി മൂത്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന് കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 102 സീറ്റ് നേടി ഭരണം ഉറപ്പിച്ച ഒരു പാർട്ടിയുടെ സ്ഥിതി എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർക്കും അധികാരം വേണ്ടായിരുന്നു. VD സതീശനും അധികാരം വേണ്ട, രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ട, KC വേണുഗോപാലിനും വേണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അധികാരമോഹികളായിട്ടുള്ള നേതാക്കൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. നിങ്ങൾ ഒന്നോർക്കണം, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ വാജ്പേയിയുടെ കാലത്ത് BJP ഭരണത്തിലേറിയപ്പോൾ രണ്ടാമതും തെരഞ്ഞെടുപ്പ് നടന്ന് UPA സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ലാതിരുന്നപ്പോൾ പുറത്തു നിന്നും സപ്പോർട്ട് ചെയ്ത ഇടതുപക്ഷ MP-മാരുണ്ടായി. ഇടതുപക്ഷത്തെ പുച്ഛിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. വാജ്പേയിയുടെ ഭരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന UPA സർക്കാരിന്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് UPA സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ MP-മാർ പിന്തുണ പ്രഖ്യാപിക്കുകയും അന്നും കോൺഗ്രസ് പല മന്ത്രിസ്ഥാനങ്ങൾ ഓഫർ ചെയ്തപ്പോഴും ആ മന്ത്രിസ്ഥാനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയുള്ള സർക്കാരായിരിക്കണം രാജ്യത്തെ നയിക്കണം എന്ന് കരുതി, രാജ്യത്തെ നയിക്കേണ്ടത് എന്ന് കരുതി ഇടതുപക്ഷ MP-മാര് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച മന്ത്രിസ്ഥാനങ്ങൾ നിരസിക്കുകയാണ് ഉണ്ടായത്. ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ പാർട്ടികളെയും വിമർശിക്കുന്ന വലതുപക്ഷ ആശയങ്ങളുള്ള ആളുകൾ കനൽ ഒരു തരി മതിയെന്ന് വിമർശിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ആ കനൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പലയിടങ്ങളിലും മതേതരത്വ മൂല്യമുള്ള സർക്കാർ ഉണ്ടാകാൻ പിന്തുണ നൽകുന്നത് എന്നുകൂടി ഓർക്കണം. ഞങ്ങൾ ഒരിക്കലും അധികാരത്തിലേറുവാൻ വേണ്ടിയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2004 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കേവല ഭൂരിപക്ഷം ഇല്ലാതെ 145 സീറ്റുമായിട്ട് മാനത്തോട്ടം നോക്കി നടന്ന കോൺഗ്രസ് നിങ്ങൾ ഇന്നിപ്പോ കളിയാക്കുന്നുണ്ടല്ലോ കനൽ ഒരു തരി എന്നും പറഞ്ഞ്. ആ പാർട്ടിയുടെ അടുത്താണ് അഭയം തേടിയത്. 59 MP-മാരുണ്ടായിരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരെല്ലാം കൂടി ഒന്നാം UPA സർക്കാരിന് 2004 മുതൽ 2008 വരെ പിന്തുണ കൊടുത്തു. എന്താണ് പിന്തുണ പിൻവലിക്കാനുള്ള കാരണം? ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു നയപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. ജനങ്ങൾക്ക്, അതായത് ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങൾ രൂപീകരിച്ചപ്പോൾ UPA സർക്കാരിന്റെ പിന്തുണ 2008 പിൻവലിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് രണ്ടാമത് വന്ന UPA സർക്കാർ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഞാൻ എടുത്തതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2G സ്പെക്ട്രവും കോമൺവെൽത്തും അടക്കമുള്ള ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള അഴിമതികൾ നടത്തിക്കൊണ്ട് കേവലം ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു നേതാവിനെ പാൻ ഇന്ത്യൻ നേതാവാക്കി മാറ്റിയതാരാണ്? കോൺഗ്രസ് ആണ്. കാരണം ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്താകമാനം നരേന്ദ്രമോദിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും സന്ദർശനം നടത്താൻ പോലും അദ്ദേഹത്തിന് വിസ പോലും നിരസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക പോലും നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കുന്ന സാഹചര്യമില്ലായിരുന്നു. വിസ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു.
കാരണം അത്തരം ഒരു നേതാവിന് നിങ്ങൾ കാണിച്ച കെടുകാര്യസ്ഥതയും കൊടിയ അഴിമതിയും കൊണ്ട് അവർ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിലൂടെ ഉയർന്നു വന്നൊരു നേതാവായിരുന്നു നരേന്ദ്രമോദി. ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് BJP തന്നെയാണോ? ആ മതം പറഞ്ഞ് ആദ്യമായി വോട്ട് പിടിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആദ്യമായി മതം പറഞ്ഞ് വോട്ട് പിടിച്ചത്. നമ്മൾ BJP-ക്കാരെ കളിയാക്കുന്നുണ്ടല്ലോ, ഗോമാത എന്ന് പറഞ്ഞ്. ആദ്യമായി പശുവിനെ മാതാവായും ദൈവമായും കാണണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. രാമക്ഷേത്രം ആദ്യമായി നിർമ്മിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? അതും കോൺഗ്രസ് തന്നെയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇവിടെ വലിയ മതവികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ മതവികാരത്തെ ഏറ്റവും കൂടുതൽ ആളിക്കത്തിച്ചതിൽ തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ്. പിന്നീട് വന്ന BJP സർക്കാർ അതിന് ശകലം ആക്കം കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകള് ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.